Hello everyone, in we discuss the topic structure of pollen grain and pollen wall. Structure of pollen grain. Pollen represent the highly reduced mature male gametophyte of flowering plants. Pollen grains vary in size, shape and structural features. Pollen എന്ന് പറയുന്നത് ഹൈലി റെഡ്യൂസ്ഡ് മെച്യൂർ മെയിൽ ഗെമറ്റോഫൈറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ്, ഷേപ്പ്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദിസ് ഫീച്ചേഴ്സ് ആർ ഓഫൺ യൂസ് ടു ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ഈ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് സ്പീഷ്യസിനെ ക്ലാസിഫൈ ചെയ്യാം. ദ പോളൻ ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടു പ്രൊട്ടക്ട് ദ മെയിൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്രം അഡ്വേഴ്സ് എൻവയോൺമെൻറ്റ്സ്. പോളൻ്റെ അനദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് മെയിൽ ജനറ്റിക് മെറ്റീരിയലിനെ അഡ്വേഴ്സ് എൻവയോൺമെൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. എ മെച്യൂർ പോളൻ ഗ്രെയിൻ ഈസ് കവേർഡ് ബൈ ടു കോൺസെൻട്രിക് സെൽ വാൾസ്, നെയിംലി എക്സൈൻ ആൻഡ് ഇൻഡൈൻ. എക്സൈൻ എന്ന് പറയുന്നത് തിക്ക് ഔട്ടർ വാളാണ്, ഇൻഡൈൻ എന്ന് പറയുന്നത് ഇന്നർ തിൻ വാളാണ്. എക്സൈൻ ഈസ് എ തിക്ക് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപോളിനീൻ വിച്ച് ഈസ് resistant physical and biological decomposition. At some points the pollen wall is extremely thin. എക്സൈൻ എന്ന് പറയുന്നത് തിക്ക് ലെയേർഡ് ആണ്, made up of sporopollenin which is resistant to physical and biological decomposition. ചില പോയിൻറ്റ്സിൽ പോളൻ വാൾ എക്സ്ട്രീംലി തിന്നായിരിക്കും, അതിനെ പറയുന്ന പേരാണ് germ pores. During pollen germination the pollen tube comes out through this germ pores. The exine കമ്പോസ് ചെയ്തിരിക്കുന്നത് മെയിൻലി രണ്ട് ലെയേഴ്സാണ്, exoexine and endoexine. Exoexine is the outer layer ആണ് exoexine and responsible for the ornamentation of the pollen wall. Endoexine is the wall inner to the exoexine. Pollen grains vary widely in exine structures, aperture, number and shape. The inner wall indine is made up of pectocellulose which is associated with the formation of pollen tubes. Inner wall indine നിർമ്മിച്ചിരിക്കുന്നത് pectocellulose ആണ്, which is associated with the formation of pollen tubes, and it is the enzyme that protrudes out as the pollen tube during the pollen germination. അതായത് പൂമ്പൊടി മുളയ്ക്കുന്ന സമയത്ത് പൂമ്പൊടിയായി പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂബാണത്. The pollen wall is also characterized by the presence of several proteins and other biochemical substances that interact with stigma during pollen pistil interaction. Pollen wallന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് the presence of several proteins and biochemical substances during the pollen pistil interactions. A mature pollen grain undergoes unequal mitotic division to produce a large vegetative cell or സ്മാൾ ജനറേറ്റീവ് സെൽ. ഒരു മെച്യൂർ പോളൻ ഗ്രെയിന് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ അത് ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ ജനറേറ്റീവ് സെല്ലും പ്രൊഡ്യൂസ് ചെയ്യും. ദ വെജിറ്റേറ്റീവ് സെൽ ഡെവലപ്സ് എ ജെം ട്യൂബ് ആൻഡ് എ ജനറേറ്റീവ് സെൽ ഗീവ് റൈസ് ടു 2 മെയിൽ ഗാമീറ്റ്സ്. Structure of pollen wall. The pollen wall or sporoderm is stratified or layered with 2 distinct layers. Indine, which is pectocellulosic, and an outer acetylysis resistant layer exine composed of sporopollenin. അതായത് പോളൻ വാൾ അല്ലെങ്കിൽ സ്പോറോഡം രണ്ട് വ്യത്യസ്ത പാളികളാൽ സ്ട്രാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ലെയേർഡ് ആണ്. ഇതിൽ വരുന്നതാണ് ഇൻഡൈനും എക്സൈനും. ഇൻഡൈൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് പെക്ടോസെല്ലുലോസിക് ആൻഡ് എക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ റെസിസ്റ്റൻറ്റ് ലെയറാണ്, അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്പോറോപൊളിനീനാണ്. പിന്നെ ദ സ്പോറോപൊളിനീൻ ഈസ് എ ഹൈലി ക്രോസ് ലിങ്കഡ് പോളിമർ കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, oxygen that is extraordinarily stable and has been found chemically intact in fossil deposit. പിന്നെ അസെറ്റോലൈസിസ് ഈസ് എ പോളൻ സ്റ്റെയിനിങ് മെത്തേഡ്. അസെറ്റോലൈസിസ് എന്ന് പറയുന്നതാണ് പോളൻ സ്റ്റെയിനിങ് മെത്തേഡിനെ പറയുന്ന പേരാണ് അസെറ്റോലൈസിസ്. The pollen is treated with a mixture of 9 parts of acetic anhydride and 1 part of concentrated sulfuric acid. After acetolysis, pollen grains stain yellow to orange color. Acetolysisന് ശേഷം pollen grainsൻ്റെ കളർ യെല്ലോ മുതൽ ഓറഞ്ച് കളർ വരെ ലഭിക്കും. Sporopollenin remains intact and exine sculpturing becomes clear to study. അതായത് സ്പോറോപൊളിനീന് കേടുകൂടാതിരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. Exine, it is completely cover the pollen surface except at germinal aperture. The exine is subdivided into inner unsculptured nexine and outer sculptured sexine. Exine രണ്ടാക്കി
സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സൈനും സെക്സൈനും. സെക്സൈൻ അഗെയിൻ കൺസിസ്റ്റ് ഓഫ് 2 layers. സെക്സൈനും വീണ്ടും 2 ലേയേഴ്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഔട്ടർ എക്ടോസെക്സൈൻ ആൻഡ് ഇന്നർ എൻഡോസെക്സൈൻ. Ectosexine forms a roof-like layer on the periphery of a pollen grain. This layer covers the pollen grain partially or wholly. Ectosexine എന്ന് പറയുന്നത് pollen grains-നെ partially ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യും. ആ ലെയറിനെ പറയുന്ന പേരാണ് ടെക്റ്റം. There are a rod-like structures which support this tectum which are known as columella. ഒരു റോഡ്-ലൈക്ക് സ്ട്രക്ചേഴ്സ് അത് ടെക്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് കൊളംല. Pollen grains without a tectum are called intectate. Tectum ഇല്ലാത്ത pollen grainsനെ പറയുന്ന പേരാണ് intectate. In them the rods do not support anything but stand vertically on the neck side are called bacula. ഇതിൽ തന്നെ റോഡ്സ് പ്രസൻ്റ് ആണ്, പക്ഷേ അത് ഒന്നിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നെക്ക് സൈഡിൽ വെർട്ടിക്കലി സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ബാക്യുല. കൊളംല ആൻഡ് ബാക്യുല ആർ യൂഷ്വലി സിമ്പിൾ. കൊളംലയും ബാക്യുലയും യൂഷ്വലി സിമ്പിളാണ്, ബട്ട് മേ ബ്രാഞ്ചഡ് distally or proximally or sometimes columella hang down from the tectum. ചില സമയങ്ങളിൽ കൊളംല ഹാങ് ഡൗൺ ചെയ്യും ടെക്റ്റത്തിൽ നിന്ന്. Some pollen grains are intermediate between tectate and intectate grains and they are semi-tectate or subtectate in which tectum are only partially present. Endosexine consists of columella, baculum and the spaces between the bacula. Nexine is the non-sculptured layer of exine. Below the sexine it is distinguished into 2 layers, outer nexine 1 and inner nexine 2. Exine 1 is also known as pedium or foot layer as bacules stand on this layer. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്ന ലെയറാണ് ഇൻഡൈൻ. ഇൻഡൈൻ ഈസ് ദി ഇന്നർ വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ ഏറ്റവും ഇന്നർ വാൾ ലെയറാണ് ഇൻഡൈൻ. ഇറ്റ് ഈസ് സോഫ്റ്റ് കളർലെസ് ലെയർ. ഇത് സോഫ്റ്റാണ്, കളർലെസ് ലെയറാണ് വിച്ച് കംപ്ലീറ്റ്ലി കവേഴ്സ് ദ പ്രോട്ടോപ്ലാസ്റ്റ് ആൻഡ് റിമൈൻസ് ടൈറ്റ്ലി അറ്റാച്ച്ഡ് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് പ്രോട്ടോപ്ലാസ്റ്റിനെ പൂർണ്ണമായി മൂടുകയും പ്ലാസ്മ മെംബ്രെയിനുമായി ദൃഢമായി ഘടിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി റെസിസ്റ്റൻറ്റ്. ഇത് ചെറുതായി പ്രതിരോധിക്കുന്ന ലെയറാണ്. ഇറ്റ് ഡീകമ്പോസസ് ഈസിലി. ഇത് എളുപ്പത്തിൽ വിഘടിക്കുന്നു. ഡ്യൂറിങ് ജെർമിനേഷൻ ഓഫ് ദി പോളൻ ഗ്രെയിൻ ദ ഇൻഡൈൻ ഗ്രോസ് ത്രൂ ദി അപ്പേർച്ചർ ഫോമിങ് ദി പോളൻ ട്യൂബ്. പൂമ്പൊടി മുളയ്ക്കുന്ന സമയത്ത് പൂമ്പൊടി കുഴൽ രൂപപ്പെടുന്ന അപ്പേർച്ചറുകളിലൂടെ കൂടുതൽ വളരുന്നു.